മലയാള സിനിമയാണ്. അതൊരു വലിയ വ്യവസായമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. ആ വ്യവസായം വലിയ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുകയാണെന്നാണ് നിർമ്മാതാക്കളുടെ സംഘടന പറയുന്നത്. ആര് പറയുന്നു? ഞാൻ കേട്ടിട്ടില്ലല്ലോ. അസൂയ കൊണ്ട് പലരും പറയാറില്ല, അതുകൊണ്ട് ഞാൻ സ്വയം പറയുന്നു. കഴിഞ്ഞ ഒരു മാസത്തിനിടെ 110 കോടിയോളം രൂപ നഷ്ടത്തിലാണ് എന്നാണ് നിർമ്മാതാക്കളുടെ സംഘടനയുടെ ഭാരവാഹികൾ പറയുന്നത്. മുരളി വിചാരിക്കുന്ന പോലല്ല, ബിസിനസ് ഒക്കെ ആകെ തകരാറില്ല. വലിയ ലാഭമുള്ള ബിസിനസ് ആണെന്ന് അന്ന് എന്നോട് പറഞ്ഞിരുന്നല്ലോ. അത് അന്ന് തരക്കേടില്ലായിരുന്നു, എന്താണെന്ന് അറിയില്ല, പെട്ടെന്ന് തകടം മറിഞ്ഞു. കഴിഞ്ഞ ഒരു വർഷം 200 മലയാള സിനിമകൾ ഇറങ്ങി. അതിൽ വിജയിച്ചത് വെറും 24 സിനിമകൾ. അതായത് തിയേറ്ററിൽ ഓടിയത് വെറും 24 സിനിമകളാണ്. അതിന് കാരണമായി അദ്ദേഹം പറയുന്നത്, അത് ഈ നഷ്ടത്തിന് കാരണമായി പറയുന്നത് താരങ്ങളുടെ വലിയ പ്രതിഫലമാണ് ഒന്നാമത്തെ കാരണമായി പറയുന്നത്. രണ്ടാമത്തെ കാരണം സംസ്ഥാനത്ത് ഏർപ്പെടുത്തിയ നികുതിയാണ്. 30% നികുതിയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതും വലിയ നഷ്ടത്തിന് കാരണമാകുന്നു എന്നാണ് പറയുന്നത്. എന്റെ പൊന്ന് കറിയാച്ച, കുറച്ച് കരുണ കാണിക്കണം, ദയ ഉണ്ടാവണം. കരുണ ദയ അതെന്നതാ സാധനം? നിനക്കറിയോ, ഗജനാവിൽ ഇന്നാള് ഞാൻ കൈയിട്ട് നോക്കിയപ്പോഴേ കാലി. നിർമ്മാതാ സുരേഷ് കുമാർ പ്രസംഗിച്ച ശേഷം ഈ നിർമ്മാതാക്കളുടെ സംഘടന തന്നെ ഈ ജനുവരി മാസത്തിൽ ഇറങ്ങിയ സിനിമകളുടെ ലിസ്റ്റും അവരുടെ ബഡ്ജറ്റും അവർക്ക് കിട്ടിയ തിയേറ്റർ കളക്ഷൻ പുറത്തുവിട്ടുണ്ട്. നൗഫൽ ശ്രദ്ധിച്ച് കേൾക്കണം, ഇതിൽ എത്ര സിനിമകളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. തന്റെ മെനു കാണട്ടെ. ചീപ്പാണോ ഇതാ സാർ. ഒന്ന് കമ്മ്യൂണിസ്റ്റ് പച്ച, ബജറ്റ് 2 കോടി, അവർക്ക് തിയേറ്റർ ഷെയർ 1,25,000 രൂപ. ID ദ ഫേക്ക്, അങ്ങനെ ഒരു പടത്തെ പറ്റി ഞാൻ കേട്ടിട്ടില്ല, നൗഫലങ്ങളായാലും കേട്ടിട്ടുണ്ടെങ്കിൽ ഓക്കെ. 2,47,00,000 തിയേറ്റർ ഷെയർ 1,50,000 രൂപ. ഇനി മൂന്നാമത്തെ സിനിമ ഞാൻ കണ്ടതാണ്, OTT-യിലാണ് കണ്ടത്, ഐഡന്റിറ്റി. അതിൻ്റെ ബജറ്റ് 30 കോടി രൂപയാണ്. 15 കോടി ബഡ്ജറ്റ് ഇട്ടിട്ട് ഇപ്പൊ 18 കോടിയായി. എന്താണോ ഒന്നും മിണ്ടാത്തത്? അതിൻ്റെ തിയേറ്റർ ഷെയർ 3.5 കോടി. ഐഡന്റിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ ആ സിനിമ നന്നായിട്ട് എടുത്ത പടമൊക്കെയാണ്. പക്ഷേ ആ സിനിമയുടെ സ്ക്രിപ്റ്റ് ആ സംവിധായകനോ ആ നിർമ്മാതാവിൻ്റെ ആരിലോ വായിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ സിനിമ പിടിക്കാൻ അനുവദിക്കില്ലായിരുന്നു. കാരണം അത്ര ദുരൂഹമായ, പ്രേക്ഷകർക്ക് ഒരു തരത്തിലും കൺവിൻസ് ആവാത്ത കുറേ അധികം രംഗങ്ങളുള്ള ഒരു സിനിമയാണ് ഐഡന്റിറ്റി. എനിക്കും തോന്നിയത്. അടുത്തത് മലബാർ ടൈൽസ്, ബജറ്റ് 50,00,000, തിയേറ്റർ ഷെയർ 2.5 ലക്ഷം. ഒരുമ്പെട്ടവൻ, ബജറ്റ് 2.5 കോടി, ഷെയർ 3 ലക്ഷം. കഴിഞ്ഞോ? ഇല്ല സാർ, ഇതിനൊരു അന്ത്യമില്ലേ? രേഖാചിത്രം, അതാണ് ഹിറ്റ് ഇത്ര ഇതിൽ ഇറങ്ങിയിട്ടുള്ളതിൽ. അവരുടെ ബജറ്റ് 8.5 കോടി, ഷെയർ 12.5 കോടി. അത് ലാഭമുള്ള ഉണ്ടാക്കിയ സിനിമയാണ്. എന്റെ തടി ചീത്തയായാലും നീ നല്ല പേരെടുത്തല്ല, അത് മതി. എന്ന് സ്വന്തം പുണ്യാളൻ, ബജറ്റ് 8.5 കോടി, 8.7 കോടി, തിയേറ്റർ ഷെയർ 1,20,00,000. പ്രാവിൻകൂട് ഷാപ്പ്, ബജറ്റ് 18 കോടി, ഷെയർ 4 കോടി. ആദച്ചായി, ബജറ്റ് 50 ലക്ഷം. ഓഫ് റോഡ്, ബജറ്റ് 1 കോടി. അതിനൊന്നും കിട്ടിയത് പറയുന്നില്ല, തുച്ഛമായ തുകയാണ്. ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ്, ഇതൊരു പ്രധാനപ്പെട്ട സിനിമയാണ്. കഴിഞ്ഞ ഈ മാസം ഇറങ്ങിയത് മമ്മൂട്ടി പ്രൊഡ്യൂസ് ചെയ്ത പടമാണ്. അതിൻ്റെ ബജറ്റ് 19 കോടിയാണ്, ഷെയർ 4.25 കോടി. അതിൻ്റെ ബജറ്റ് 19 കോടി എന്ന് പറയുമ്പോൾ മമ്മൂട്ടിയുടെ പ്രതിഫലം എത്രയാണ്? ആ പ്രതിഫലത്തിൽ കൂട്ടിയ ബജറ്റാണോ പറയുന്നത്? അതർവൈസ് ആ പടത്തിന് അത്രയും ബജറ്റ് ഉണ്ടോ? എൻ്റെ ന്യായമായ സംശയമാണ്. കാരണം വളരെ മിനിമലായിട്ട് എടുത്തിട്ടുള്ള സിനിമയാണത്. കണക്കുകളൊന്നും ശരിയാകുന്നില്ലല്ലോ ഗംഗാര. പേടിച്ചിട്ടാ, പണ്ട് എനിക്ക് അങ്ങനെയാ, പേടിച്ചെനിക്ക് കണക്കേറ്റി പോകും. പിന്നെ ബജറ്റ് 3.5 കോടി, ഷെയർ 30 ലക്ഷം. അൻപോട് കൺമണി, ബജറ്റ് 3 കോടി, ഷെയർ 25 ലക്ഷം. അവരാച്ചൻ്റെ സ്വന്തം ഇണങ്ങത്തി, ഇങ്ങനെയൊക്കെ സിനിമ ഇറങ്ങുന്നുണ്ട്. ബജറ്റ് 45 ലക്ഷം, ഷെയർ 1.5 ലക്ഷം. ബെസ്റ്റി, ബജറ്റ് 4.81 കോടി, ഷെയർ 20 ലക്ഷം. അല്ലെങ്കിൽ തന്നെ ആവശ്യത്തിൽ കൂടുതൽ പ്രശ്നങ്ങളുണ്ട്. നീയൊക്കെ കൂടെ എന്നെ പിച്ച ചട്ടി എടുപ്പിക്കല്ലേ. പൊന്മാൻ, ബജറ്റ് 8.9 കോടി, ഷെയർ 2.5 കോടി. ഒരു ജാതി ജാതകം, ബജറ്റ് 5 കോടി, ഷെയർ 1.5 കോടി. എൻ്റെ പ്രിയതമൻ എപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്ന പടം. അത് ജനുവരിയിൽ ഇറങ്ങിയതാണ് ആ പടം. എൻ്റെ പ്രിയതമന് ബജറ്റ് 2.5 കോടി, ഷെയർ ലഭ്യമല്ല. സീക്രട്ട് ഓഫ് വുമൻ, ബജറ്റ് 60 ലക്ഷം, ഷെയർ 2 ലക്ഷം. എന്ത് ചോദിച്ചാലും ഇല്ല. എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെന്ന് നിന്നെ തിരുനാക്ക് വിളച്ചൊന്ന് പറയടാ. എന്നാ ഉണ്ട്, ഒരു സാധനമുണ്ട്. നല്ല 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 വിശപ്പുണ്ട്. കുറച്ച് വേണോ? അത് ആവശ്യത്തിലധികം എൻ്റെ തന്നെ ഉണ്ട്. 4 സീസൺ, ഇനി അതിൽ രസമുള്ള പടം, 24ാമത്തെ പടമാണ് 4 സീസൺസ് എന്നുള്ള പടം. ബജറ്റ് 2.5 കോടിയാണ്. ഇതിൻ്റെ ഷെയർ തിയേറ്ററിൽ നിന്ന് കിട്ടിയത് 10,000 രൂപയാണ്.
രൂപ. ബാക്കി 10,000 രൂപ ഉണ്ട്. 5 രൂപ വെച്ച് നമുക്ക് വീതിച്ചെടുത്തൂടെ? എന്നാലും കാശ് എന്റേതല്ലടോ. അതുകൊണ്ട് ചോള ഇറക്കണം. അതിനർത്ഥം ആ സിനിമയുടെ ക്രൂസ് അവരുടെ ഫാമിലി മെമ്പേഴ്സ് മാത്രം പോയി കണ്ടപടം എന്നായിരിക്കും അതിനർത്ഥം. ഇതിന് 2.5 കോടി ചിലവായി എന്ന് പറയുമ്പോൾ എനിക്ക് അതിലൊരു വിശ്വാസത പ്രശ്നമുണ്ട്. കാരണം അതിൻ്റെ ട്രെയിലർ ഞാൻ കണ്ടു നോക്കി. അതായത് ഒരു ഷോർട്ട് ഫിലിം ചെയ്യാൻ പോലും കെൽപ്പില്ലാത്ത ഒരാളെടുത്തൊരു പടം മതി. അതിൻ്റെ എഡിറ്റിംഗ് മുതൽ അതിലെ സംഭാഷണം വരെ കൃത്രിമമായ സംഭാഷണങ്ങളുള്ള അതിൻ്റെ ഗ്രാഫിക്സൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സ്കൂൾ കുട്ടികളതിൽ നല്ല ഷോർട്ട് ഫിലിം എടുക്കും. അങ്ങനത്തെ ഒരു പടമാണ്. എന്തൊക്കെ മേളമായിരുന്നു, പാട്ട്, ഡാൻസ്, കൂത്ത്. എനിക്കപ്പോഴേ തോന്നി ടമാർ പടാർ എല്ലാം കത്തിച്ചാമ്പലാവൂന്ന്. 100 കോല് പൊക്കമുള്ള ഒട്ടകത്തിനെ ഒരു വെയിലത്ത് കൈയെത്തിച്ച് കറന്ന് ഞാനുണ്ടാക്കിയ കാശ. എല്ലാ മലയാളികളും ഈന്തപ്പഴം തിന്ന് രസിക്കുമ്പോ നിങ്ങളൊക്കെ ഇത്രക്കിശുള്ള റോബസ്റ്റ് പഴം തിന്ന് വിശപ്പടക്ക് ഞാനുണ്ടാക്കിയ കാശ. അതിന് 2.5 കോടി രൂപ ഉണ്ട്. ഈ 4 സീസൺ എന്ന പടത്തിന് 2.5 കോടി ബഡ്ജറ്റ് ഉണ്ടെന്ന് സുരേഷ് കുമാർ പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. കാരണം അതിനത്ര ആവശ്യം. അത് മുഴുവൻ പുതുമുഖങ്ങളാണ് അഭിനയിച്ചത്. മുഴുവൻ പുതുമുഖങ്ങൾ അഭിനയിച്ചൊരു പടമാണത്. പുതുമുഖങ്ങൾ പ്രതിഫലം കുറയണം. ഒരു കഥ, ഒരു നല്ല കഥ. ബഡ്ജറ്റ് 1 കോടി, ഷെയർ 1 ലക്ഷം. പറഞ്ഞു ചെല്ലാൻ ബഡ്ജറ്റ് 3 കോടി, ഷെയർ 3 ലക്ഷം. അവന്റെ തല എടുത്തി വീഴണേ. അപ്പച്ച അങ്ങനെ പ്രാകരുത്. അവന്റെ സാഹചര്യം കൂടി നമ്മൾ മനസ്സിലാക്കണമല്ലോ. 50 ലക്ഷം 10 രൂപയാ. ഏറ്റവും അടിയിലുണ്ട്. താരങ്ങൾ പ്രതിഫലം കുറയ്ക്കാത്തതുകൊണ്ടാണ് ഈ പടങ്ങളൊക്കെ പൊട്ടിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഇതിലെ പല സിനിമകളിലും പുതുമുഖങ്ങളാണ്, പലരും പുതുമുഖ സംവിധായകന്മാരാണ്. പിന്നെ ഇവർ ഈ പറയുന്ന ബഡ്ജറ്റൊന്നും ഈ പടത്തിനില്ല. 100% ഞാൻ യോജിക്കുന്നു. ഇത്രയും മോശം ക്വാളിറ്റിയുള്ള സിനിമകളെടുത്ത് തിയേറ്ററിൽ ഇറക്കിയിട്ട് അതൊക്കെ ഞങ്ങൾ വന്ന് കാണണം, പ്രേക്ഷകർ വന്ന് കാണണമെന്ന് നിർമ്മാതാക്കൾ പറഞ്ഞാൽ സൗകര്യമില്ല എന്നേ പറയാൻ പറ്റൂ. ഈ പൊട്ടനെ മനസ്സിലായി, എന്നിട്ട് ഈ ഒറിജിനൽ പൊട്ടനെ മനസ്സിലായിട്ടില്ല. സിനിമ നല്ല പ്രൊഡക്റ്റ് കൊടുത്താൽ ആളുകൾ പോയി തിയേറ്ററിൽ പോയി കാണും. നല്ല സിനിമ തിയേറ്ററിൽ പൊട്ടിപ്പോയാൽ അതിൻ്റെ കാരണം നമുക്ക് അന്വേഷിക്കാം. ഒരു നല്ല സിനിമ വന്നു, തിയേറ്ററിൽ ആൾ കയറിയില്ല എങ്കിൽ ഒന്നുകിൽ അവർക്ക് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി വളരെ ഉണ്ടാവും. പല കാരണങ്ങളുടെ ആൾ കയറായിരിക്കും. ചില സിനിമകളൊന്നും വരുന്നതേ അറിയുന്നുണ്ടാവില്ല, തിയേറ്ററിൽ വന്നു പോകുന്ന അറിയില്ല. പക്ഷേ OTT വരുമ്പോൾ വലിയ അപ്രീഷിയേഷൻ കിട്ടും, അല്ലേ? അതെ, ശരിയാണ്. അങ്ങനെ കിട്ടിയ ചരിത്രങ്ങളുണ്ട്. ഈ 2.5 കോടി, 3 കോടി, 18 കോടി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, യഥാർത്ഥത്തിൽ ഇതിന് ഇത്ര ചിലവ് വരുന്നുണ്ടാവില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അതിന് പിന്നിൽ മറ്റു പല ഘടകങ്ങളും ഉണ്ട്. മണി ലോണ്ടറിങ് വരെ ഉണ്ടാവും. രണ്ടാമത്തെ കാര്യം, ഒരു സിനിമ ഇറക്കുമ്പോൾ തന്നെ അത് OTT വിൽക്കാൻ പാകത്തിനാണ് അവർ ഇറക്കുന്നത്. OTT ഇപ്പോൾ 1 കോടി കിട്ടും എന്ന് കരുതിക്കൊണ്ടായിരിക്കും ചിലപ്പോൾ അവർ 1.5 കോടിക്ക് 2 കോടിക്ക് ഒരു സിനിമ ഇറക്കും, ബഡ്ജറ്റ് 3 കോടി എന്ന് പറയും. അങ്ങനെയൊക്കെ അല്ലാതെ വെറുതെ ഈ ഇത്രയും പടം 10-200 കോടി രൂപ ഒരു മാസത്തിൽ കൊണ്ടുപോയി വെള്ളത്തിൽ കളയാൻ ഈ നിർമ്മാതാക്കൾ തയ്യാറാവുക. ഒരു ഫാമിലി തിയേറ്ററിൽ പോയി സിനിമ കാണാൻ എത്ര രൂപ വേണം? 1000 രൂപ വേണം. ഒരാളുടെ ഒരു ദിവസത്തെ വരുമാനമാണത്. ആരാണ് ഇത്ര റിസ്ക് എടുത്ത് പോയി സിനിമ ആണ്? അപ്പോൾ ഈ മാതിരി ഈ 28 പടങ്ങളുടെ ലിസ്റ്റ് നിർമ്മാതാക്കൾ പുറത്തുവിട്ടതാണ്. ഈ സിനിമകൾ കാണണം എന്നാണ് നിർമ്മാതാക്കൾ ഞങ്ങൾ പ്രേക്ഷകരോട് വാശി പിടിക്കുന്നത്. സോറി, അങ്ങനെ പറഞ്ഞു കൊടുക്കണ രമണ. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ.